വളരെ മനോഹരമായ ഒരു സ്വർഗവാണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. വളരെ മനോഹരങ്ങളായ നിരവധി കേൾക്കാൻ ഇമ്പമുള്ള കുറച്ച് ഗാനങ്ങളുമായി വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കോളിനായി വെയിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കോളിലേക്ക് കടന്നാലോ? ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? തൊടുപുഴ മുട്ടം ജോയി എന്നൊരാളാണ് വിളിക്കുന്നത്. ജോയ്. ജോയ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖം, ക്ഷീണമൊക്കെ ഉണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യയും 3 മക്കളും. മക്കളൊക്കെ എവിടാണ്? ഇവിടെ നാട്ടിലുണ്ടോ? അതോ മക്കള് ഒരാള് ബാങ്കിൽ, 2 പേര് പഠിക്കുന്നു. ഓ ശരി. തിരുവനന്തപുരം കൊല്ലം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ സ്വർഗവാണി? എന്തോ സ്ഥിരം കാണുന്നുണ്ട്. സ്ഥിരം കാണുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ടിന്റെ ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടിന്റെ 2 വരി പാടാമോ? എനിക്ക് തൊണ്ടയ്ക്ക് കഫത്തിന്റെ ഇതുണ്ടേ. ആണല്ലേ? ഓക്കെ, സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ട് ചിലപ്പോ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുകയല്ല, അതുകൊണ്ട്. അപ്പൊ നാട്ടിലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് മഴയൊക്കെ എങ്ങനെ നിൽക്കുന്നു? ആണല്ലേ? ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ഥിരം പ്രേക്ഷകൻ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിരാശപ്പെടരുത്. ഞാൻ ആദ്യം വിളിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ നമ്പർ തെളിഞ്ഞു വരുന്നത് കണ്ടേ, അപ്പൊ അങ്ങനെ ഞാൻ നോക്കി വിളിച്ചതാണേ. അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഉടനെ അങ്കിളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആവട്ടെ. ഞങ്ങള് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓർക്കുമ്പോൾ അങ്കിളും പ്രാർത്ഥിക്കുക. പിന്നെ വീട്ടിലെ എല്ലാവരും തിരക്കെന്ന് പറയണം കേട്ടോ. ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സോങ് പറഞ്ഞു. എനിക്ക് പിള്ളേർക്ക് 2 പേർക്കും പഠിച്ചില്ല. ഒരാള് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ട്വിൻസ് ആണ്. അപ്പൊ ഒരാള് ബിഫോമിൽ പഠിക്കുന്നു. അപ്പൊ പിള്ളേർക്ക് പരീക്ഷ സമയമാണ്. പിള്ളേർക്ക് പ്രത്യേകം നിങ്ങള് ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ വിളിക്കുമ്പോൾ എന്താ പറയുന്നത്, ഈ പാട്ട് എന്നതിലുപരി ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്കെല്ലാം ഉണ്ടാകും. ഞങ്ങളെ വിളിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകും കേട്ടോ. നല്ലൊരു വിജയം കുഞ്ഞുങ്ങൾ കരസ്ഥമാക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് കുഞ്ഞുങ്ങളോട് അറിയിച്ചേക്കുക. എനിക്ക് പാട്ടേ ഒരു പാട്ട് ലോകമാം ഗംഭീരം നാദത്തോടുള്ള പാടില്ലയോ? ഓക്കെ, നമ്മുടെ എപ്പിസോഡിൽ ആ ഒരു പാട്ട് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നത്തേക്കായിരിക്കും അത്? മിക്കവാറും എല്ലാ ശനിയാഴ്ചയും 8:30 നമ്മളുടെ പ്രോഗ്രാം നടക്കുന്നത്. ആ സമയത്ത് കാണാം. ഇപ്പൊ നമ്മളെ വിളിച്ചത് തൊടുപുഴയിൽ നിന്ന് ജോയി അങ്കിളാണ്. ജോയി അങ്കിള് ഒത്തിരി പ്രയർ റിക്വസ്റ്റ് ആണ് ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ ട്വിൻസ് ആണ്, ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പം
കൂടുതലായി അദ്ദേഹം ഒരു പ്രെയർ റിക്വസ്റ്റ് നമ്മുടെ എൻ്റെ ക്രൂ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് വിശ്വാസമാണ്, നമ്മളൊക്കെ ആ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ പ്രേക്ഷകരിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം അതേപോലെ തന്നെ ആവട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ജോയിയെങ്കില് നമ്മുടെ ഈ പ്രോഗ്രാമുകളിലൂടെ അനേക വീടുകളിലേക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ ചെല്ലട്ടെ. അത് ഞങ്ങൾക്കും സന്തോഷമാണ്, സ്വർഗത്തിലും അത് സന്തോഷമാണ്. അതെ അതെ. അപ്പം ജോയിയെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ എക്സാം ആണ്, അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ. അതിലുപരി നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ 1 മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. അത് നിങ്ങളുടെ ബ്രെയിൻ നമ്മളൊരു കാര്യം മറന്നുപോയാൽ തന്നെയും അത് ഓർമ്മിപ്പിക്കാനായിട്ട് സർവശക്തി നമ്മുടെ കൂടുണ്ട്. ഒരു ഹോളി സ്പിരിറ്റിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോയിയങ്ങളിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ട് പാടി നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ കോളേഴ്സ് വെയിറ്റിങ്ങിലാണ്. ഓക്കെ. എൻ്റെ കോട്ടയുമേ, എൻ്റെ ശരണവുമേ, അങ്ങ് എൻ്റെ പരിചയമേ, എൻ്റെ പാറയുമേ, എൻ്റെ ജീവജലമേ, അങ്ങ് എൻ്റെ ഉറവയാണ്. ഈ പാട്ടിൻ്റെ ഓരോ വരികളും പാസ്റ്റർ അനിൽ അടൂർ എഴുതിയ വളരെ മനോഹരമായ ഫെമിലിയർ ആയിട്ടുള്ളൊരു സോങ് ആണ്. എന്ത് പരീക്ഷ വന്നാലും അല്ലേ, എന്ത് രോഗം വന്നാലും ഒക്കെ ഉറച്ചു നിൽക്കാൻ ബലം തരുന്ന വരികളാണിത്. അപ്പം നമുക്ക് വേണ്ടി ഇപ്പം വിളിച്ച ജോയങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പാട്ട് ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയി തീരട്ടെ, ആ കുഞ്ഞുങ്ങളുടെ പരീക്ഷയിലും എല്ലാം. അപ്പം ഈ പാട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ കോളേഴ്സ് കണ്ടിന്യൂസ് വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ ഓക്കെ അങ്കിളെ, എവിടുന്നാണ് വിളിക്കുന്നത്? എറണാകുളം. എന്താണ് പേര്? എന്റെ പേര് വിനോദ് കുമാർ. വിനോദ് കുമാർ. എന്തുകൊണ്ട് വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ അച്ഛനൊക്കെ മരിച്ചുപോയി. ഓക്കെ. അപ്പം ഒറ്റയ്ക്കാണോ? ഓക്കെ. ഒന്നും അധൈര്യപ്പെടേണ്ട. അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മളെ കാക്കുന്ന സ്വർഗസ്ഥനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ആ ഒരു ദൈവത്തിൽ എപ്പോഴും ആശ്രയം വെക്കണം, തകർന്നു പോകരുത്. നമുക്ക് തോന്നും നമ്മുടെ കൂടെ ആരുമില്ല, ലോകത്തിലുള്ള അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറമാണ് ദൈവത്തിൻ്റെ ഒരു
നമ്മുടെ പിതാവായി മാതാവായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? പാട്ട് ഇഷ്ടമാണ്. ഓക്കെ, ഒരു പാട്ട് പാടാമോ? ആ പാട്. ഇസ്രായേലിൻ നാഥനായി വാഴുമീ ദൈവം സത്യജീവമന്ത്രമാണ്. ദൈവം മറന്നുപോയി വരികളൊക്കെ. വരികളൊക്കെ മറന്നുപോയല്ലേ? ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താ, ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അത്രയും അപ്പൊ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്തായാലും വിനോദ് ബ്രദർ, ദൈവം ഒത്തിരി സഹായിക്കട്ടെ, ദൈവം ഒത്തിരി ആശ്വസിപ്പിക്കട്ടെ. ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ എപ്പോഴും ആലോചിക്കുക, നമുക്ക് മുമ്പുള്ള പിതാക്കന്മാരൊക്കെ അബ്രഹാം, ഇസ്ഹാക്ക്, മോശ അങ്ങനെയൊക്കെയുള്ളവർ ജീവിതത്തിൽ പല ഭാഗത്തും മാതാപിതാക്കളുണ്ടായിരുന്നു, അവരുടെ കൂടെ സഹോദരങ്ങളുണ്ടായിരുന്നു, എന്നിട്ട് പോലും പല ഭാഗത്തും അവർ ഒറ്റപ്പെട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രതിസന്ധികളെല്ലാം ദൈവം നമ്മളെ പണിഞ്ഞ് നല്ലൊരു പദവിയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായ ഹൃദയം വിട്ടുകൊടുക്കുക, പ്രാർത്ഥിക്കുക, ദൈവമായിട്ട് അടുത്ത് ചെല്ലാൻ ശ്രമിക്കുക. അവൻ നല്ലൊരു അപ്പനായി, അമ്മയായി, നല്ലൊരു സുഹൃത്തായി നമ്മളോട് കൂടെ ഉണ്ടാകും. എല്ലാവിധ ആശ്വാസങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം ധാരാളമായിട്ട് സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ, പരിചയപ്പെട്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. ഇടയ്ക്ക് സമയമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളെ വിളിക്കുക. എന്തോ ഈ നമ്പർ തന്നെ. ഈ നമ്പറിൽ ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം വളരെ പ്രത്യാശയുടെ ഒരു ഗാനം പ്രിയ വിനോദ് ബ്രദറിന് വേണ്ടി ഞങ്ങൾ പാടുന്നതായിരിക്കും. അത് ഒത്തിരി ആശ്വാസം നിറയ്ക്കട്ടെ. ഓക്കെ, അപ്പം ഗോഡ് ബ്ലെസ് യു. ഓക്കെ, നമ്മളിപ്പോൾ വിനോദ് ബ്രദർ എറണാകുളം അല്ലേ? ഏതൊക്കെ അവസ്ഥയിൽ നല്ല മാനസികമായിട്ടൊക്കെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും നമുക്കത് ഇങ്ങനെയുള്ളൊരു കോൾ വരുമ്പോൾ നമുക്കും അത് മാനസികമായിട്ട് നമുക്കൊരു വിഷമം തോന്നുമല്ലേ? പക്ഷേ അതിലുപരി അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. ചിലപ്പോൾ മേ ബി നമുക്കറിയാലോ, അകാരണമായിട്ട് ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്ന സമയമാണ്. പല ഇപ്പോഴും നല്ല പണ്ട് മുതലേ അപ്പം നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മുടെ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങളെപ്പോഴും ചിന്തിക്കുക, ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ മറ്റു ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവർക്കൊരു ആശ്വാസമായിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പം വളരെ എന്താ പറയുക, സ്വഭാവത്തിലൊക്കെ വൈകൃതങ്ങളുള്ള ആളുകളായിരിക്കാം, പക്ഷേ ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് മാക്സിമം ആളുകളെ നമ്മൾ സ്നേഹിക്കുക, അവരുടെ പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക, ഒരു വാക്കുകൊണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക. ഏതൊരു വ്യക്തിയെയും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാം. അതിലുപരി ഞാൻ ഇത് കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായാലും കടഭാരമായാലും എന്ത് തന്നെ പ്രശ്നമായാലും ആത്മഹത്യ എന്നൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ ചെറിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ടായിരിക്കാം നമ്മൾ ഈ ആത്മഹത്യ എന്നൊരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആ ഒരു ചിന്ത നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം കർത്താവിനെ ഒന്ന് സബ്മിറ്റ് ചെയ്യുക, കർത്താവിനൊന്ന് സറണ്ടർ ചെയ്യുക. ആ നിമിഷത്തിൽ തന്നെ സമാധാനത്തിൻ്റെ ദായകനായ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ഒരു അച്ഛനായി, അമ്മയായി, നമ്മുടെ സുഹൃത്തായി നമ്മളെ ചേർത്തണയ്ക്കുന്ന ഒരു സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരെയും ദൈവം തൻ്റെ സ്നേഹത്തിൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ വിനോദ് ബ്രദറിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിനോദ് ബ്രദറിന് വേണ്ടിയിട്ട് വളരെ പ്രത്യാശയുടെ ഒരു ഗാനത്തിൻ്റെ ചില വരികൾ. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ
ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഇപ്പോൾ നമ്മളെ വിളിച്ച പ്രിയ വിനോദ് ബ്രദറിൻ്റെ ജീവിതത്തിൽ ഈ ഒരു പാട്ടിന് വളരെ സ്ഥാനമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ആഴത്തിൽ സംസാരിക്കുന്നുണ്ട്. ഞെരുക്കത്തിൻ്റെ അപ്പം കഴിച്ചാലും കഷ്ടത്തിൻ്റെ കണ്ണീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ എന്താ പറയുന്നത് ദേഹം ക്ഷയിച്ചാലും കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു ഉറപ്പ് ആ ബ്രദറിനെ ദൈവം എല്ലാ ദിവ്യ സമാധാനങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഈ പാട്ടിലെ ഒരു വരി യാത്ര ചെയ്യും ഞാൻ ക്രൂശ് എൻ്റെ ജീവൻ വെച്ചിടും യേശുവിനായി അന്ത്യശ്വാസം വരെ. നമുക്കാർക്കും നമ്മളുടെ ജീവൻ എടുക്കാനുള്ളൊരു അവകാശം കർത്താവ് നമുക്ക് തന്നിട്ടില്ല. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് കർത്താവാണ്. കർത്താവിൻ്റെ ഹൃദയപ്രകാരമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവൻ്റെ ഉടയവൻ എന്ന് പറയുന്നത് നമ്മളുടെ മാതാവോ പിതാവോ ഈ ലോകത്തിലുള്ള ആരുമല്ല. അത് നമ്മുടെ സൃഷ്ടാവായ കർത്താവിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ആ ഒരു അധികാരം നമ്മുടെ കർത്താവിന് തന്നെയാണ്. അതിനുവേണ്ടി നമ്മളെ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഏതവസ്ഥയിലും ദൈവം നിങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെയുണ്ട്. അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഓക്കെ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതാരാണ് വിളിക്കുന്നത്? എന്റെ പേര് സജിത എന്നാണ്. സജിത എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ നെയ്യാറ്റിൻകര അമരവിള. ഓക്കെ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. വളരെ ബ്യൂട്ടിഫുൾ വോയിസ്. ഞങ്ങൾ ചേച്ചിന്ന് വിളിക്കണോ സജിതയെന്ന് വിളിച്ചാൽ മതിയോ? ചേച്ചിന്ന് വിളിച്ചാൽ മതി. ഓക്കെ. സജിത ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? ആ, സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും 2 മക്കളും. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എത്ര വയസ്സുള്ള കുട്ടികളാണ്? മോന് സോഷ്യൽ വർക്ക് കഴിഞ്ഞു. ആ, മോള് ഇപ്പൊ 5ാം ക്ലാസ്സിനായതേ ഉള്ളൂ. അതല്ലേ. ചേച്ചി എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല, ഹൗസ് വൈഫാണ്. ഓക്കെ ഓക്കെ. ഓ, പിന്നെ നാട്ടിൽ എന്തുകൊണ്ട് വിശേഷമൊക്കെ? ആ, വിശേഷം സുഖം. കുഞ്ഞു മഴ. ഓ, ഒത്തിരി ഇത് പറയല്ല, ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന വോയിസ് കേട്ടോ. ഇതിന്റെ ആ ഒരു സീക്രട്ട് എന്താണ് ഈ വോയിസ് ഒക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നതിന്റെ? നല്ലൊരു മനസ്സുണ്ട്, അതാവാം. അത് വളരെ നല്ലൊരു ആൻസർ ആണ്. നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല വോയിസ് ആയിരിക്കും അല്ലേ? ഓക്കെ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ സ്വർഗവാണി? ആ, പ്രോഗ്രാം കാണാറുണ്ട്. ഓക്കെ. അപ്പം 2 പ്രാവശ്യം ജസ്റ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓ, ശരി. അപ്പം ഓൾവേസ് വെൽക്കം അഗൈൻ. ഓക്കെ. അപ്പം ഈ സ്വീറ്റ് വോയിസിൽ ഒരു 2 വരി പാട്ട് നമുക്ക് വേണ്ടി. അയ്യോ, ഞാൻ പാടില്ല. ഞാൻ മോളെ കൊണ്ടൊന്ന് പാടിക്കാം. ഓ, മതി, തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും സ്വരമാധുരിയുള്ള അമ്മയുടെ മോള് വളരെ മനോഹരമായി പാടും. യെസ്. ഓക്കെ. ഹലോ, ഇത് ആരാ വിളിക്കുന്നേ? ആരാ? നീനു. സജിത ചേച്ചി, ഒരു ഉപകാരം ചെയ്യാമോ? റേഞ്ച് ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്നു. റേഞ്ച് ഉള്ളൊരു സ്ഥലത്തേക്ക് നിന്ന് സംസാരിക്കാമോ? ഓക്കെ. മോളാണ്. മോളുടെ പേര് ടീനു എന്നാണ്. ടീനു എബ്രഹാം. ടീനു ടാലൻസ്. ഓക്കെ, മോള് 2 വരി പാട്ട് പാടും. ഓക്കെ, ആയിക്കോട്ടെ. മയങ്ങുന്നില്ല നിന്റെ കാൽവഴുതാനിടയാകുകില്ല, ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽവഴുതാനിടയാകുകില്ല. ഓ,
അടിപൊളി അടിപൊളി, നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി കേട്ടോ ടീനു. താങ്ക് യു. നല്ല അമ്മയെ പോലെ ഒരു നല്ല വോയിസിന്റെ ഉടമയാണ് കേട്ടോ. ടീനുക്കുട്ടി എത്രല്ല പഠിക്കുന്നേ? 5ല്. 5ല്. വെരി ഗുഡ്. ഗുഡ് ഗേൾ ആണല്ലേ? മമ്മിയുടെ ഗുഡ് ഗേൾ ആണോ? ഓക്കെ ടീനുക്കുട്ടി ഇനി വിളിക്കുവോ? ഇനി വിളിച്ചിട്ട് നല്ല പാട്ട് പാടി തരണം കേട്ടോ. ആന്റിക്കും അങ്കിളിനൊക്കെ ഒത്തിരി സന്തോഷമാവും. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പം അമ്മയോട് പറയണം ഒത്തിരി സന്തോഷം സജിത ചേച്ചി. ഓ ഹലോ. ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഓക്കെ. പാട്ട് പാടില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറരുത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഓക്കെ സജിത് ചേച്ചി, പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞിനെ പ്രത്യേകം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതെ കാരണം എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ല ഭാവി ആ കുഞ്ഞിനെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി കൂടുതൽ ആ ശബ്ദം പ്രയോജനപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിരക്കെന്ന് പറയുക. ഹസ്ബൻഡ് വരുമ്പോൾ പ്രത്യേകം പറയുക. ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിരുന്നു. ഓക്കെ ഓക്കെ. ചേച്ചിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഞങ്ങൾ പാടുന്നതായിരിക്കും. ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് സജിത ചേച്ചിയാണ്. ഒരു ടീനു 5ാം ക്ലാസ്സുകാരിയായി ടീനു എന്ത് മധുരകരമായി പാടി. അപ്പോൾ ടീനുവിന് വേണ്ടി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു പാട്ട് ഇസ്രായേൽ നാഥനായി വാഴുമേഘ ദൈവം എഫ് മൈനറിന് ആ ഒരു സോങ് നമുക്ക് പെട്ടെന്നൊന്ന് അവർക്ക് വേണ്ടിയിട്ട് പാടാം. ഒരു സന്തോഷവും. കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അല്ലേ? കുഞ്ഞു കുട്ടികൾ ഒരു സമയത്തൊരു തരംഗമായി. ഒരു സമയത്തിൽ അന്നും ഇന്നും പണ്ട് ഇങ്ങനെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ പറയുന്നു ക്രിസ്ത്യാനികളുടെ ദേശീയഗാനമാണെന്ന് പറയുമായിരുന്നു. കാരണം അത്രയും റേഞ്ചിൽ പോയൊരു പാട്ടാണത്. അതെ അതെ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിനെ കുറിച്ച് വരികൾ തന്നെ പാടാം. ശരി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൻ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതിപ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൻ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതിപ്രമാണങ്ങൾ പകർന്നേകി. അബ്ബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൻ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ഇപ്പം നമ്മളെ വിളിച്ച നീനു കുട്ടിക്കും സജിത ചേച്ചിക്കും ഒക്കെ ഒത്തിരി ഈ പാട്ട് ഒത്തിരി ഹാപ്പി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മളുടെ പ്രേക്ഷകർക്കും ഈ പാട്ട് വളരെ സന്തോഷം ആയിരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. നമുക്ക് ആ കോൾ കഴിഞ്ഞിട്ട് തിരികെ വരാം. ഹലോ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാണ് വിളിക്കുന്നത്? ഞാൻ ഇവാഞ്ചലിസ്റ്റ് അരുൺ പ്രസാദാണ്. അനു അനു അരുൺ പ്രസാദ്. അരുൺ പ്രസാദ് വൈദികനാണല്ലേ? അതെ അതെ അതെ. ഏത് ചർച്ചിന്റെയാ? CSI ഓക്കെ. ഒത്തിരി സന്തോഷം. അച്ഛൻ ട്രിവാൻഡ്രത്ത് നിന്നാണല്ലേ?
അതെ, ട്രിവാൻഡ്രത്തുനിന്നാണ്. ചർച്ചൊക്കെ ട്രിവാൻഡ്രത്താണ്? ട്രിവാൻഡ്രത്ത് എവിടെയായിട്ടാണ്? ട്രിവാൻഡ്രത്ത് കോവളത്തിനടുത്താണ്. കോവളത്തിനടുത്താണ്. ഫാമിലി ഒക്കെ? ഫാമിലി സെറ്റിൽഡ് ആണ്. വൈഫ്, മോൻ. വൈഫ് മോനും അല്ലേ? മോന് എത്ര വയസ്സ്? കുഞ്ഞാണോ അതോ? അതെ, 5 വയസ്സ്. 5 വയസ്സ്. ഓ ശരി ശരി. ഓക്കെ. അച്ഛ, ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹമായി പോകുന്നല്ലോ അല്ലേ? ഷുവർ ഷുവർ. അതെ അതെ അതെ. ഓക്കെ. സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും? അതെ അതെ, സന്തോഷമായിട്ടിരിക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, അങ്ങനെ അതെ അതെ. ഒരു വലിയ ആഘോഷമൊക്കെ കഴിഞ്ഞതിന്റെ റെസ്റ്റിലാണ് അല്ലേ? ചർച്ച റേറ്ററായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഓക്കെ. ഫ്രീ ടൈമിലാണ് വിളിച്ചതല്ലേ? അതെ, എന്തായാലും വളരെ സന്തോഷം അച്ഛനോട് സംസാരിക്കാൻ പറ്റിയതിൽ. അച്ഛൻ നമ്മുടെ ഈ പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ? സ്വർഗവാണി ആണോ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ആണല്ലേ? ഓ, പ്രൊഡക്ഷൻ ടീമിൽ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആണോ? ശരി ശരി ശരി. അച്ഛാ, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ടിന്റെ 2 വരി പാടാമോ? അത് നിർബന്ധമാണല്ലേ? അത് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ സന്തോഷമായിരിക്കും. അപ്പോൾ 2 വരി സോങ്. ഓക്കെ. ദേവദാസന്മാര് സംസാരിക്കുന്നതും അവർ പാട്ടൊക്കെ കേൾക്കുന്നത് ഞങ്ങൾക്കും ഭയങ്കര അനുഗ്രഹമാണ്. ഇടവകയിലുള്ള കുഞ്ഞാടുകൾക്ക് മാത്രം കൊടുക്കാതെ ഞങ്ങൾക്ക് കൂടെ കുറച്ച് അനുഗ്രഹം തരും. പാടിക്കോളാം. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നവിൻ സ്നേഹത്തിനും. വളരെ സന്തോഷം. പാടാൻ പറഞ്ഞപ്പോൾ വളരെ മനോഹരമായി പാടുക മാത്രമല്ല, അല്ല വളരെ മനോഹരമായ ഒരു പാട്ടുകൂടെ പാടി. അതെ അല്ലേ? ഈ പാട്ടിന്റെ വരികൾ അതാണ് ഈ പാട്ടിന്റെ വരികളുടെ ഒരു പ്രത്യേകത. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീര് ഒഴിക്കാതെ നമുക്ക് ഇതിന്റെ ഒരു വരി പാടാൻ പറ്റത്തില്ല. അതെ, സത്യം. നമ്മുടെ ജീവിതത്തിനും അല്ലേ, നമ്മളൊക്കെ വന്ന വഴികൾ നോക്കുമ്പോൾ, ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതാണല്ലോ നമ്മുടെ ലൈഫ്. നമ്മൾ നിൽക്കുന്നത് അങ്ങനെയാണല്ലോ. അതെ 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 അതെ, നമ്മളെ നിർത്തിയിരിക്കുന്നത് ആ കർത്താവിന്റെ കൃപയാണ്. ആണ് 2023 എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു. 2023. അപ്പൊ 2023 അങ്ങനെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും 2024 ഏറ്റവും ബ്ലെസ്സിങ് ഒരു ഇയർ ആയിരിക്കട്ടെ. സ്റ്റാർട്ട് ടു എൻഡ് ശുശ്രൂഷകളിലൊക്കെ കർത്താവ് ഒത്തിരി ഒത്തിരി വലിയ തലങ്ങളിലേക്ക് കർത്താവ് മാറ്റട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നന്മകളും അച്ഛന് മാത്രമല്ല അച്ഛന് മാത്രമല്ല അച്ഛനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. അപ്പൊ ഞങ്ങൾ സ്വർഗവാണിയിലൂടെ ഒരു ഗാനം അച്ഛനും അച്ഛന്റെ ഫാമിലിക്കും ഇടവകയിലുള്ള എല്ലാ കുഞ്ഞാടുകൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വെക്കുന്നു കരുണയുള്ളവൻ. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും, അങ്ങേ പുകഴ്ത്താതെ എങ്ങനെ ഞാൻ നടക്കും. ആരാധ്യനെ അങ്ങേ സ്തുതിക്കും, ആരിലും ഉന്നതനായവനെ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമില്ല. അന്നുള്ളതെല്ലാം നന്നു പോറ്റുന്നു. ഇന്നലകളിലെ ജീവിതം ഓർത്താൽ ഒന്നും
നമുക്ക് പുകഴ്ച പറയാനില്ല, നാളേക്കുള്ള വ്യാകുലവും വേണ്ട. ഇന്ന് എന്നെ നടത്തുന്ന കർത്താവ് എന്നെ നാളെയും എൻ്റെ അന്ത്യം വരെയും നടത്താൻ എന്നെ നടത്താൻ വിശ്വസ്തനായ ഒരു കർത്താവിൻ്റെ കരം പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരു പ്രത്യാശ. നമ്മുടെ പ്രിയ അച്ഛനോട് സംസാരിച്ച് നമുക്ക് വളരെയധികം സന്തോഷം ആയിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്വർഗവാണിയുടെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. ഇന്ന് ഞങ്ങളെ കിട്ടാത്ത, കോൾ വിളിച്ചിട്ട് കിട്ടാത്ത എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രയത്നം ഒരിക്കലും ഇല്ലാതാക്കരുത്. നിങ്ങൾ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ദൈവം തൻ്റെ ദിവ്യ സമാധാനത്താൽ നമ്മളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നല്ലൊരു ദിനം ഒരിക്കൽ കൂടി ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ എപ്പിസോഡ് വിടവാങ്ങുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.